CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയെ പ്രതി ചേർത്തുകൊണ്ട് SFIO കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 2,70,00,000 രൂപ അനധികൃതമായി കൈപ്പറ്റി എന്നാണ് കണ്ടെത്തൽ. കുറ്റപത്രം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് വീണ വിജയനും എക്സാലോജിക്കും. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷവും BJPയും. രാഷ്ട്രീയ വേട്ടയെന്ന് CPM. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ CPMൽ നിന്ന് ശ്രീ V. വസീഫ്, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, BJPയിൽ നിന്ന് ശ്രീ പ്രിൻറ്റു മഹാദേവ്, BJP നേതാവും പരാതിക്കാരുമായ ഷോൺ ജോർജ് അല്പസമയം നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ഉണ്ടാവുകയും ചെയ്യും. ശ്രീ V. വസീഫ്, മുഖ്യമന്ത്രി രാജിവെക്കണം ഈ കുറ്റപത്രം സമർപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എന്നുള്ളതാണ് ഇന്ന് കോൺഗ്രസിന്റെ, പ്രതിപക്ഷത്തിന്റെ, BJPയുടെ ഒക്കെ ആവശ്യം. ഇതൊരു പുതിയ സാഹചര്യമാണല്ലോ. ഇപ്പോൾ 2 കമ്പനികൾ തമ്മിലുള്ള വളരെ സുതാര്യമായ ഇടപാടിൽ 2 കമ്പനിക്കും പരാതിയില്ലാത്ത ഘട്ടത്തിൽ എന്തിന് പുറത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കാത്തൊരു സാഹചര്യമാണ്. ഈ പറയുന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട്, ഡിസിഷനുമായി ബന്ധപ്പെട്ട് അതിനെ ആധികാരികമാക്കി SFI ഒരു അന്വേഷണം നടത്തുകയും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യത്തിന്, ഈ ആരോപണത്തിന് ന്യായമായൊരു ബേസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ CPM? പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു പ്രശ്നം. ഇത് തന്നെ ഞങ്ങളും പറയുന്നത്. ഇവിടെ കേരളത്തിലെ വലതുപക്ഷ BJP കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അസ്വസ്ഥത ഉള്ള കൂട്ടുകെട്ടാണ്. അതായത് അവരൊരു വല്ലാതെ പ്രയാസപ്പെടുകയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഭരണം നടത്തി മുന്നോട്ട് പോകുന്നു. 3ാം തവണയും കേരളം ഇടതുപക്ഷത്തിന്റെ കൈകളിൽ ഭദ്രമാകും എന്നുള്ള വലിയ രീതിയിലുള്ള പ്രചരണം വരുന്നു. ജനങ്ങൾ ആ നിലക്ക് ചിന്തിക്കുന്നു. ആ സമയത്താണ് ഈ VD സതീശൻ BJP കൂട്ടുകെട്ടിന്റെ ആലോചനയിൽ ആര് വരുന്നത്? ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ഇടപെടൽ നടത്തുന്നത്. 3 വിജിലൻസ് കോടതികൾ, അതോടൊപ്പം ഒരു ഹൈക്കോടതി, കേരളത്തിന്റെ ബഹുമാനിയായ ഹൈക്കോടതി പോലും എടുത്ത് ദൂരെ എറിഞ്ഞ ഒരു കേസ്. ഒരടിസ്ഥാനവുമില്ല, കൈരേഖയല്ലാതെ മറ്റൊന്നുമില്ല. വാഗൊണ്ട് എന്തും വിളിച്ചു പറയുന്ന കുറെ പേരുടെ ഒരു കസർത്ത്, അവരുടെ വാചക കസർത്ത്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ഒരു കേസ് വെച്ച് വീണ്ടും അവിടുന്ന് ഒരു അന്വേഷണ ഏജൻസി വരിക. കുറേ അന്വേഷണ ഏജൻസികളെ നമ്മൾ 1ാം പിണറായി സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ കണ്ടു. അവർ പോയ വഴിക്ക് പിന്നീട് അത് കഴിഞ്ഞു. ഇപ്പൊ പുതിയത് വരികയാണ്, പുതിയ സംവിധാനങ്ങൾ വരികയാണ്. ഇത് തന്നെ ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതിയിൽ ഈ CMRL കൊടുത്ത കേസ് അവിടെ ഉണ്ട്. അത് വിധി പറയാനുണ്ട്. ഈ CMRLന് പരാതിയില്ല, ഇവിടെ മറ്റേതെങ്കിലും കമ്പനികൾക്ക് പരാതിയില്ല, ഇന്ററിം സെറ്റിൽമെന്റിന് ബോർഡിന് പരാതിയില്ല. ഇതിലെല്ലാം ന്യായമായ ടാക്സ് അടച്ച് ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്ന പണത്തെക്കുറിച്ച് എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു ഇടപെടൽ നടക്കുന്നത്? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിൽ BJPയെ വല്ലാത്ത രീതിയിൽ വിറപ്പിക്കുന്ന, അല്ലെങ്കിൽ BJPക്ക് വലിയ അസഹിഷ്ണുത ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റും അതിന്റെ നേതൃത്വവുമാണ് സഖാവ് പിണറായി വിജയൻ. ആ അസഹിഷ്ണുതയുടെ ഫലമാണ്, അവർക്കുണ്ടാകുന്ന വലിയ പ്രയാസത്തിന്റെ ഫലമാണ് ഇങ്ങനെയുള്ള അന്വേഷണ ഏജൻസികൾ വരുന്നത്. പലകുറി നമ്മൾ കണ്ടതല്ലേ, കാരക്കയിൽ സ്വർണം, ഖുർആനിൽ സ്വർണം, എന്തൊക്കെ പറഞ്ഞു. ഇവിടെ ചെമ്പിൽ, ബിരിയാണി ചെമ്പിൽ സ്വർണം, അങ്ങനെയൊക്കെ പോയി ഇവര്. പല അന്വേഷണ ഏജൻസികൾ പറന്നിറങ്ങി, 5ഓളം അന്വേഷണ ഏജൻസികൾ ഈ കേരളത്തിൽ പറന്നിറങ്ങി ഇങ്ങനെ വട്ടമിട്ട് നടന്നു ഇവിടെ. എന്നിട്ട് ഒന്നും നടന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണ് എന്ന് സകല കോടതികളും പറഞ്ഞു. ഇവിടെ ഒരു അഴിമതിയും നടന്നിട്ടില്ല. 2016 മുതൽ ഇവിടെ ഇപ്പോൾ 2025 എത്തി നിൽക്കുന്ന സമയത്ത് ഒരാക്ഷേപവും ഈ ഭരണത്തെക്കുറിച്ചോ ഭരണത്തിൽ ഒരു അഴിമതിയെക്കുറിച്ചോ ഒന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ആകെയുള്ള പ്രശ്നം കേന്ദ്രം പണം തരാത്തതിന്റെ പ്രയാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാത്രമാണ്. നമുക്ക് ന്യായമായും കിട്ടേണ്ട പണം എങ്ങനെയൊക്കെ തടഞ്ഞു വെക്കാൻ പറ്റുമോ അങ്ങനെ തടഞ്ഞു വെക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. അപ്പോൾ പോലും കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നവരാണ് ആര്? കേരളത്തിലെ കോൺഗ്രസ്. ആ സമയത്തും ഈ ഗവൺമെന്റ് രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ഒരടിസ്ഥാനവും ഇല്ലാതെ പറയുന്നവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. അപ്പോൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൂട്ടുകൃഷിയാണല്ലോ ഇത്. അവരുടെ കൂട്ടുകൃഷിയിൽ അവര് ഇങ്ങനെയൊക്കെ പറയൂ. അതുകൊണ്ട് അവരുടെ സംസാരത്തിന് ഒരു പുല്ല് വിലയെ ഞങ്ങളൊക്കെ കൽപ്പിക്കുന്നുള്ളൂ. അവർ ഈ ഇടപെടൽ എങ്ങനെ വന്നാലും രാഷ്ട്രീയമായി അവര്
കേരളത്തെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തെയും വേട്ടയാടാൻ വന്നാൽ ആ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ നേരിടും. ഈ കമ്പനിക്ക് നേരെ നടക്കുന്ന അന്വേഷണങ്ങൾ കമ്പനി തന്നെ അതിൻ്റെതായ രീതിയിൽ അതിനെ ചെറുക്കുകയും നിയമപരമായി നേരിടുകയും ചെയ്യും. ഓക്കെ, ശരി. ശ്രീ ഷോൺ ജോർജ്, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ വി വസീഫ് പറയുന്ന ഒരു കാര്യം, വിജിലൻസ് കോടതികൾ എടുത്ത് ചവറ്റുകുട്ടയിലിട്ട കേസ് ഹൈക്കോടതി അന്വേഷണമില്ല എന്ന് തീരുമാനിച്ച ഒരു കേസ്, ആ കേസാണോ SFIO അന്വേഷിക്കുന്നത്? എനിക്ക് പറയാനുള്ള സമയം തരണം. തീർച്ചയായും. ഒന്ന്, വിജിലൻസ് കോടതി പരിഗണിച്ച കേസും ഇപ്പോൾ SFIO ചാർജ് കൊടുത്തിട്ടുള്ള കേസും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് ആദ്യം തിരിച്ചറിയണം. ഇപ്പോൾ അവർ പറയുന്ന ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ 2 ജില്ലാ വിജിലൻസ് കോടതികളും മൂവാറ്റുപുഴ തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയ കേസെന്ന് പറയുന്ന പോലെ ഞാൻ തിരിച്ചു പറയുകയാണെങ്കിൽ കേരള ഹൈക്കോടതി 2 പ്രാവശ്യവും ബാംഗ്ലൂർ ഹൈക്കോടതി 1 പ്രാവശ്യവും ഇതേ കേസ് അന്വേഷണം ആവശ്യമുണ്ടെന്ന് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ പറയുന്നില്ല. ഒന്ന്, വിജിലൻസ് കേസിൻ്റെ അടിസ്ഥാനം എന്താണ്? നമുക്ക് സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ഒരു വിജിലൻസ് കേസ് ഫോം ആകുന്നത്? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയോ തൻ്റെ ഓർഡർ വഴിയോ നടപടികൾ വഴിയോ ഏതെങ്കിലും വ്യക്തിക്ക് അഴിമതിക്ക് കാരണമായ ഫേവറിസം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നടപടിയിലേക്ക് അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിലേക്ക് നയിക്കേണ്ട കാര്യം. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് പറയുന്നത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷ് പറഞ്ഞ പോലെ ഇത് 2 കമ്പനികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലാണ്. അത് നിങ്ങൾക്കെന്താ? തീർച്ചയായിട്ടും മാത്യു കൊളനാടൻ കൊടുത്ത കേസിലും ഈ വിജിലൻസ് കോടതി കേസും അവിടെയാണ് നിന്നത്. അവിടെയാണ് ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ CMRLൻ്റെ ഓഹരി ഉടമയായി KSADC എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന് ഉടമസ്ഥയിലുള്ള സ്ഥാപനം, അതായത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. 13.4% ഷെയർ അതിന് ഉണ്ടാകുകയും അങ്ങനെ 182 കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ 182 കോടി രൂപയിൽ നിന്നും 13.4% ഷെയർ, ഏറെക്കുറെ 25 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാക്കിയ കേസിൽ 25 കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാക്കിയ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ 22.7 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നു. ഇവർ പറഞ്ഞു എല്ലാ കണക്ക് പ്രകാരം നടത്തി 1.72 കോടി രൂപ നിങ്ങൾ സേവനം ചെയ്തതാണെന്ന് വെച്ചോ. ഈ കർത്ത, അതായത് CMRLൻ്റെ ഉടമസ്ഥനായ കർത്തയുടെ കയ്യിൽ നിന്ന് ബാക്കി മേടിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനും ഉടമസ്ഥരായ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ NBFC, ആ NBFC നിന്നും മേടിച്ച ഏറെക്കുറെ 1 കോടി രൂപയോളം അടുത്ത് വന്നിട്ടുള്ള ആ തുക അത് മേടിച്ചത് എന്തിനാണെന്ന് CPMന് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? മാത്രമല്ല ഈ നിമിഷം വരെയും ഇതിനെക്കുറിച്ച് തുറന്നു പറയാനോ പ്രതികരിക്കാനോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മകൾ വീണയോ തയ്യാറായിട്ടില്ല. ശരി, കാരണം അവർക്കത് പ്രതികരിക്കാൻ കഴിയില്ല. ഇവരിവിടെ വന്നിട്ട് വിജിലൻസ് കോടതി തള്ളിയ കേസ് ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി എന്താ തള്ളിയത്? ഇതേ കേരള ഹൈക്കോടതി 2 കേസിൽ, ഒന്ന് ഞാൻ കൊടുത്ത കേസിലും ഈ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു KSIDC കൊടുത്ത കേസിലും ഇതിൽ അന്വേഷണം ആവശ്യമാണ്, മതിയായ തെളിവുകളുണ്ട്, ഇതിൽ KSIDC ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അന്വേഷണം ആരംഭിച്ചത്. അപ്പോൾ അതിനൊന്നും വിലയില്ലേ? ഹൈക്കോടതി 4 ഹൈക്കോടതി ഒരേ വിധി പറഞ്ഞപ്പോൾ ആണ് വിജിലൻസ് കോടതിയുടെ വിധി. അത് ഈ കേസുമായി ബന്ധമില്ലാത്തൊരു കാര്യത്തിന് ഒരു ഡോക്യുമെന്റും കൊടുക്കാതെ ഇപ്പോൾ ഇവരെ പോലെയുള്ളവർക്ക് ന്യായീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ആ വിജിലൻസ് കേസ് ചെയ്തത്. ശരി, ഞാൻ ഒന്ന് ശ്രീ വസീഫിലേക്ക് പോയതിനു ശേഷം വരാം. ശ്രീ വസീഫ്, അങ്ങ് പറഞ്ഞത് വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും എടുത്ത് ചവറ്റുകുട്ടയിലിട്ട കേസ് ആ കേസല്ല ഈ കേസ് എന്നത് വളരെ പ്രാഥമികമായൊരു വിവരമാണ്. അത് ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിന് ജനങ്ങൾ ഏൽപ്പിച്ച ഇടങ്ങളിൽ നിന്ന്, ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ഉത്തരവ് പ്രകാരമോ സ്വന്തം താല്പര്യപ്രകാരമോ അതിൽ അഴിമതി നടത്തുകയാണ് എങ്കിൽ ആണ് വിജിലൻസ് കേസ് ഉണ്ടാവുക. ആ കേസ് നിങ്ങൾ തന്നെ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായ പ്രതിപക്ഷം കൊടുത്ത കേസാണ്, അതെടുത്ത് കളഞ്ഞു. ശരി, അത് കൊടുത്ത ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഒരു പക്ഷേ ഹാജരാക്കാൻ കഴിയില്ല. പക്ഷെ ഇത് CMRലും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ അനധികൃതമായ ഇടപെടലുകൾ ഉണ്ടായി, സേവനം കൈപ്പറ്റാതെയാണ് പണം കൈപ്പറ്റിയത് എന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ പരാമർശമുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ SFIO ഇനിഷ്യേറ്റ് ചെയ്ത അന്വേഷണമാണ്.
ആ അന്വേഷണത്തിന്റെ കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ രണ്ട് കേസും ഒന്നാണ് എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വസീഫ് പറയാണ് CMRL പരാതിയില്ല. CMRL എങ്ങനെ പരാതി ഉണ്ടാവും? CMRL സ്വേച്ഛയെ കൊടുത്തൊരു പണമാണല്ലോ. CMRL പരാതി ഇല്ലെങ്കിലും അത് ശശിധരൻ കർത്തയ്ക്കാണ് പരാതി ഇല്ലാത്തത്. അവിടെ സർക്കാരിന്റെ ഓഹരി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഓരോ പൗരനും പരാതിപ്പെടേണ്ട ഉത്തരവാദിത്തമുണ്ട്, ധാർമ്മികമായ അവകാശമുണ്ട്. രണ്ട്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് പരാതിയില്ല. എനിക്കത് മനസ്സിലായില്ല കേട്ടോ. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ ഇതിൽ എന്താണ് പരാതിപ്പെടേണ്ടത്? അവരാണ് പച്ചമലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സേവനം കൈപ്പറ്റാതെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്ന്. മാത്രമല്ല അതൊരു വിധിയാണ്, അതിലെങ്ങനെയാണ് പരാതി വരേണ്ടത്? കേരളത്തിന് മുഖ്യമന്ത്രിയാണ് ലക്ഷ്യം, രാഷ്ട്രീയ വേട്ടയാണ് എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഒട്ടും വസ്തുതയില്ലാത്ത ആരോപണങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്? ഇവിടെ ഇപ്പോൾ ഈ പരാതി ഉന്നയിക്കുന്ന ആളുകളുടെയൊക്കെ രാഷ്ട്രീയ താല്പര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ കേരളത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. ഇപ്പോൾ BJPയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റായി വന്ന ആളുണ്ടല്ലോ, അദ്ദേഹത്തിന് എങ്ങനെ ഈ ഓർഡറിന്റെ കോപ്പി ആദ്യം കിട്ടുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്? അപ്പം ഇതിലൊക്കെ രാഷ്ട്രീയമുണ്ടെന്നേ. ഇവരുടെ പൂർണ്ണമായ ഉദ്ദേശം ഈ രാഷ്ട്രീയം തന്നെയാണ്. ഈ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു ഇടപാട് നടത്തി, അതൊരു സേവനത്തിന് പണം കൊടുത്തതാണ്. അങ്ങനെ ഒരു സേവനത്തിന് പണം കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ എൻ്റെ കമ്പനി എങ്ങനെ പണം ചെലവഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ കമ്പനിയോ ആ കമ്പനീന്റെ ഡയറക്ടർ ബോർഡുമാണ്. ഇനി അതിലധികം പോയാൽ അതിന്റെ ഈ മറ്റു മീറ്റിങ്ങുകൾ ജനറൽ ബോഡികളോ മറ്റോ വിളിച്ച് അതിലാണ് ഈ കണക്കുകൾ അവതരിപ്പിക്കുക. പിന്നെ അത് ഓഡിറ്റ് ചെയ്യും, അത് ഇതുപോലെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുകയൊക്കെയാണ് ചെയ്യുക. അവരെങ്ങനെ പണം ചെലവഴിക്കണം എന്നുള്ളതിന് എന്തിനാണ് SFI ഇടപെടേണ്ടത്? അവർ ഈ ഏതെങ്കിലും ഒരു സേവനത്തിന് ഈ സേവനത്തിന് ഇത്ര രൂപ കൊടുത്താൽ മതി എന്നൊരു താരിഫ് റേറ്റ് SFI ഉണ്ടാക്കുമോ? അങ്ങനെ ഒരു രീതിയൊന്നുമില്ല. ഇതിനു മുമ്പ് എവിടെയാണ് അങ്ങനെ ഒരു പരിശോധന നടത്തിയത്? നിങ്ങളൊന്ന് പറ. അങ്ങനെ പരിശോധന നടത്തിയിട്ട് ഇതുപോലെ അവർ കൊടുത്ത സേവനത്തിന് ഏതെങ്കിലും സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് കൊടുത്ത പണം കൂടിപ്പോയി, കുറഞ്ഞുപോയി എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തതിന്റെ അന്വേഷണം നടന്നത് നിങ്ങളൊന്ന് കാണിക്ക്. ഒന്നുമില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ആ പെൺകുട്ടിയെ വേട്ടയാടുകയാണ്. ഇങ്ങനെ ഒരു വേട്ടയാടലിന് ഇതിനു മുമ്പ് വിധേയായിട്ടുണ്ടോ ആരെങ്കിലും? പിന്നെ ഇവർ പറയും ഇവർക്ക് സമയം വേണം. ഇവരുടെ സമയത്തിന് തന്നെയാണ് ഇവർ ഇടപെടുന്നത്. ഇങ്ങനെ മീഡിയക്ക് മുമ്പിൽ വന്നു നിന്ന് എന്തെങ്കിലും പുകിലുകൾ പറഞ്ഞ് അങ്ങ് മുന്നോട്ടേക്ക് പോകണം, അങ്ങനെ തെളിഞ്ഞു നിൽക്കണം. അല്ലാതെ നാട്ടിൽ സംഘടനാ പ്രവർത്തനം നടത്തി 4 ആളെ കൂട്ടി ഈ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാനൊന്നും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു കെൽപ്പുമില്ല. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ തോണ്ടിപ്പെറുക്കി കൊണ്ടുവന്ന് ആക്ഷേപം ഉന്നയിക്കുന്നത്. മറ്റു പറയാനുള്ളത് ഞങ്ങൾ കോടതിയിലാ പറയാ. തീർച്ചയായും ആണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞത് വളരെ വസ്തുതാപരമായ ഒരു പിശകുണ്ട്. ഈ പറയുന്ന 3 കോടതികളിൽ മാധു, ഞങ്ങൾ പറഞ്ഞു ഈ പറയുന്ന 3 കോടതികളിൽ നിന്ന് ഈ വാദമെല്ലാം എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ടല്ല ഞങ്ങൾ വാദം നടത്തിയത്, അവിടെ നിയമപരമായിട്ടാണ് വാദം നടത്തിയത്. എന്താണ് അവിടെ നടന്ന ഇടപാടുകൾ എന്ന് അവിടെയാ വാദിച്ചത്. അങ്ങനെ വാദിക്കുന്ന സമയത്താണ് ഇതിലൊന്നും ഒരു തെറ്റുമില്ല, ഇതിൽ കളങ്കമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്തെറിഞ്ഞത്. പിന്നെയും അതിനെന്തെങ്കിലും ന്യായം കണ്ടുപിടിച്ച് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് സംശയവുമായിട്ട് കൊണ്ടുവരിക. ഇനിയും ഇതിന്റെ വാദം നടക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഡൽഹി ഹൈക്കോടതിയുടെ വിധി വരാനുണ്ടല്ലോ. കുറ്റപത്രം ഇനി ഞാൻ പറഞ്ഞോട്ടെ, അങ്ങ് പറഞ്ഞതിൽ വളരെ വളരെ വസ്തുതാപരമായ ഒരു പിശകുള്ളൊരു കാര്യം, ഒരു കമ്പനി എങ്ങനെ പണം ചെലവഴിക്കണമെന്ന് ആ കമ്പനി തീരുമാനിച്ചാൽ മതി എന്നാണ്. അത് ശരിയാണോ ശ്രീ വി വസീഫ്? പോരാ, അതിനാണ് നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സ്. അതിന്റെ കൂടെ ഞാൻ കുറച്ച് വാക്കുകൾ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഞാൻ അതിൽ കുറച്ച് വാക്കുകൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇൻകം ടാക്സ് പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടർ ബോർഡ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പൊതുയോഗം പറഞ്ഞിട്ടുണ്ട്. പരിശോധിച്ചിട്ടാണ്. അങ്ങനെ എന്റെ കമ്പനി എനിക്ക് തോന്നുന്നത് പോലെ ചെലവഴിച്ചാൽ മതി എന്ന് ശശിധരൻ കർത്ത തീരുമാനിച്ചിടത്ത് ഇൻകം ടാക്സ് അതിൽ ഇടപെടുകയും അത് പോരാ എന്ന് പറയുകയും ആ ഓഡിറ്റ് പരിശോധിക്കുകയും
ഈ പണം കൊടുത്തത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ്, അല്ലാതെ സേവനത്തിനല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ഈ ശശിധരൻ കർത്ത അവിടെ കൊണ്ടുപോയി ഫൈൻ അടച്ചത് സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നത്. അല്ല, അങ്ങ് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ്, അല്ലാതെ എന്റെ കമ്പനി ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ ചെലവഴിക്കുമെന്ന് പറയാൻ മാതൃഭൂമി മാധുവിന് എത്ര ശമ്പളം തരണമെന്ന് തീരുമാനിക്കൽ എങ്ങനെയാ? മാതൃഭൂമി മാധുവിന് എത്ര ശമ്പളം തരണമെന്ന് തീരുമാനിക്കൽ ആരാ? ഒരു കമ്പനിയാണല്ലോ മാതൃഭൂമി. ഈ മാതൃഭൂമി മാധുവിന്റെ ശമ്പളം തരുന്ന സമയത്ത് മാധുവിന്റെ പഞ്ചിങ് റെക്കോർഡ് നോക്കാറുണ്ട്, അറ്റൻഡൻസ് നോക്കാറുണ്ട്, പണി എടുക്കുന്നുണ്ടോ, വാർത്ത വായിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഇല്ല എന്നാണ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത്. മനസ്സിലായോ? അങ്ങനെ പരിശോധിച്ചപ്പോ അത്തരം സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുകയും അതൊരു ഡിസിഷനായി വരികയും ചെയ്തു. അത് രാഷ്ട്രീയമായി ശരിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. നമുക്കത് അംഗീകരിക്കാം, നമുക്ക് ആ വാദം അങ്ങനെ തന്നെ എടുക്കാം. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? മാധു ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് ആരാ പരിശോധിക്കുന്നത്? അത് പറഞ്ഞാൽ മതി, ഉത്തരം കിട്ടി. മാധു ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് ആരാ പരിശോധിക്കേണ്ടത്? ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കേണ്ടതും എനിക്ക് ശമ്പളം തരേണ്ടതും ഈ കമ്പനിയാണ്. പക്ഷേ ശ്രീ വി വസീഫ്, ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യാത്ത ജോലിക്ക് എനിക്ക് ശമ്പളവും അതുമായി ബന്ധപ്പെട്ട കണക്കും മാതൃഭൂമി സമർപ്പിച്ചാൽ സ്വാഭാവികമായും ഇൻകം ടാക്സ് അതിൽ നടപടിയെടുക്കും. അതിന് തുല്യമായ നടപടിയാണ് അവിടെയും ഉണ്ടായത്. പിന്നെ കേസ് രണ്ടും ഒന്നാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് അങ്ങ് കുറച്ച് രാഷ്ട്രീയം പറഞ്ഞതല്ലാതെ അതിലൊന്നും പറഞ്ഞ് ഞാൻ കേട്ടുമില്ല. ശ്രീ ഷോൺ ജോർജ് 5 മിനിറ്റ് കൂടി നമ്മളോടൊപ്പം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ ഷോൺ ജോർജ്, നിങ്ങൾ അതായത് BJPയും കോൺഗ്രസും തമ്മിൽ നടത്തുന്ന കൂട്ടുകൃഷി അതിനിവിടെ പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത് എന്നാണ് ശ്രീ വി വസീഫ് പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടുകൃഷിയും നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും കൊണ്ട് ഒരു പെൺകുട്ടിയെ, ശ്രീ വി വസീഫ് ഉപയോഗിച്ച വാക്കാണ് കേട്ടോ, ശ്രീമതി ടി വീണയെ അങ്ങനെ പെൺകുട്ടി എന്ന് ഞാൻ വിളിച്ചു, കുറച്ച് കണ്ടു, അധിക്ഷേപിച്ചു എന്നൊന്നും പറഞ്ഞേക്കരുത്. നമ്മുടെ തിരുവനന്തപുരം മേയറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള നിങ്ങളുടെ കൂട്ടുകൃഷിയാണോ കേരളം കാണുന്നത്? ഞാൻ അദ്ദേഹം പറഞ്ഞതിന് ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. കാരണം ഈ കമ്പനിയിൽ ഇതൊരു പൊതുമേഖലാ സ്ഥാപനം, കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ് KSIDC. ആ KSIDCക്ക് 13.4% ഷെയറുള്ള സ്ഥാപനമാണ് CMR. അതുകൊണ്ട് തന്നെ CMRൽ KSIDCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അതായത് CMRലെ ഡയറക്ടർ ബോർഡിൽ KSIDCയുടെ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി ഇരിക്കുന്ന ഡയറക്ടർ ബോർഡാണ്. ആ ഡയറക്ടർ ബോർഡ് മുഖ്യമന്ത്രിയുടെ മകളുമായി ഒരു ഇടപാട് നടത്തുമ്പോൾ ഇത് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെ തന്നെ നടത്തണം. അതിനൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട്. അത് AK സെൻറ്റർ തീരുമാനിക്കുന്ന നിയമമല്ല. ആ നിയമം നിർബന്ധമായും പഠിച്ചിരിക്കണം. കാരണം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എല്ലാ വർഷവും അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ, ഞാൻ ഉൾപ്പെടെ, ഞാൻ പറഞ്ഞില്ല, എനിക്കതിനകത്ത് 3 ഷെയറുണ്ട്. CMRൽ 3 ഷെയറുള്ള വ്യക്തിയാണ്. 265 രൂപയ്ക്കാണ് ഞാൻ ഷെയർ മേടിച്ചത്. ആ 3 ഷെയറുള്ള എന്നോട് പോലും ആനുവലി അവർ ചെലവാക്കുന്ന പൈസ കളങ്കമില്ലാതെ കള്ളത്തരമില്ലാതെ അവർ ചെലവാക്കുന്നുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പബ്ലിക്, പ്രത്യേകിച്ച് ആനുവൽ മീറ്റിങ്ങിൽ അവരുടെ കണക്ക് സഹിതം അവതരിപ്പിച്ച് പറയേണ്ട ഒരു സ്ഥലത്ത് 182 കോടി രൂപയുടെ ക്രമക്കേട് ആ കമ്പനിയിൽ കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തിയ 182 കോടി ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തണം. പോരാ, അത് ജനങ്ങളെ, ഞാൻ ഉൾപ്പെടെയുള്ള ഷെയർ ഹോൾഡേഴ്സിനെയും സർക്കാരിനെയും ബോധ്യപ്പെടുത്തണം. മാത്രമല്ല 25 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെയാണ്. ഈ 182 കോടി രൂപയിൽ 24.90 കോടി രൂപ സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ട പൈസയിൽ നിന്നാണ് 2.7 കോടി രൂപ ആ സംസ്ഥാന സർക്കാരിൻ്റെ തലവനായ മുഖ്യമന്ത്രിയുടെ മകൾ കൊണ്ടുപോയേക്കുന്നത്. ആ മകള് കൊടുത്ത് ആ കമ്പനിക്ക് കൊടുത്ത ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡ്, അവരുടെ ആളെന്നല്ല പറയുന്നത്, ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ ഈ പണം കൊടുത്തിട്ടുള്ളത് വീണ വിജയൻ്റെ കമ്പനിക്കല്ല, മറിച്ച് വീണ വിജയൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമിനൻ്റ് പൊളിറ്റീഷ്യന് വേണ്ടി കൈക്കൂലി കൊടുത്തതാണ് ഈ പണമെന്ന് ആ ഓർഡറിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് പിണറായി വിജയൻ അല്ലാതെ എക്സാലോജി കമ്പനിയായിട്ട് ബന്ധപ്പെട്ട പ്രൊമിനൻ്റ് പേഴ്സൺ രണ്ടാമതുള്ളത് മുഹമ്മദ് റിയാസാണ്.
മുഹമ്മദ് റിയാസ് അന്ന് സെറ്റിൽമെന്റിന്റെ ബോർഡിൽ അത്തരം രാഷ്ട്രീയ പരാമർശങ്ങൾ വേണ്ടതുണ്ടോ എന്നത് മറ്റൊരു കാര്യമാണ്. ശ്രീ ഷോൺ ജോർജ്, അവിടെ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ എക്സാലോജിക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിൽ ടിവിക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം പറയുക എന്നുള്ളതാണ് ആ ഉത്തരവിന്റെ സ്വഭാവം. അത് ഒരു ജുഡീഷ്യൽ ബോഡിയുടെ ഉത്തരവാണ്. ആ ഉത്തരവിൽ രാഷ്ട്രീയ പരാമർശങ്ങൾ ഉള്ള ഇടത്താണ് ഇത് രാഷ്ട്രീയ വേട്ടയാണെന്ന് CPM പറയാൻ കഴിയുന്നത്. അല്ല, അതിന് കൃത്യമായിട്ട് പറയല്ലേ, ഇന്ററിം സെറ്റിൽമെന്റ് ഓർഡറിന്റെ ഉത്തരവിൽ PCIT നടത്തിയ ഒരു അന്വേഷണമുണ്ട്, എൻക്വയറി റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇന്ററിം സെറ്റിൽമെന്റ് ഓർഡറിന്റെ കോപ്പി എന്ന് പറയുന്നത് PCITയുടെ റിപ്പോർട്ട് സഹിതമാണ്. ആ റിപ്പോർട്ടിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ BJP ഉണ്ടാക്കിയതല്ലാതെ റിപ്പോർട്ട്. പിന്നെ ഇന്നലെ എന്തുകൊണ്ട് ഇത് വന്നു? ഇപ്പം നിങ്ങൾ പറയും ഇലക്ഷൻ സമയത്താണ് കേസ് വരുന്നത്. ഇന്നലെ എന്തുകൊണ്ടായി കേസ് വന്നേ? കേരള ഹൈക്കോടതി തള്ളി 2 കേസ്. KSIDCയുടെയും ഞാൻ കൊടുത്ത കേസ് അവസാനിച്ചു. KSIDC കൊടുത്ത കേസ് ഹൈക്കോടതി തള്ളി. അതിനുശേഷം വീണയുടെ എക്സാലോജി കമ്പനി ബാംഗ്ലൂർ കൊടുത്ത കേസ് തള്ളി. അതിനുശേഷം ഡൽഹി കൊടുത്ത കേസ്. ആദ്യം ഇതിന് ഉത്തരവ് വരുന്നോടം വരെ, അല്ലെങ്കിൽ എൻക്വയറി, ഈ കോടതി ഉത്തരവ് വരുന്നോടം വരെ എൻക്വയറി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഒരു മര്യാദ എന്ന നിലയിൽ എൻക്വയറി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇത് വന്നിട്ട് പോലെ എന്ന് ഓപ്പൺ കോർട്ടിൽ ജഡ്ജി ചോദിച്ചപ്പോൾ മതി എന്ന് SFI സമ്മതിച്ചു. ആ ഓർഡർ 3 മാസം നീണ്ടു. ആ ജഡ്ജ് ട്രാൻസ്ഫറായി. ആ ട്രാൻസ്ഫറായി ജഡ്ജ് ആ കേസ് ലീവ് ചെയ്തപ്പോൾ ഇന്നലെ പുതിയ കോടതിയിൽ വന്നപ്പോൾ ഈ CMRന്റെ ഉദ്യോഗസ്ഥർ, CMRന്റെ ആര് പരാതി കൊടുത്ത് ആര് സ്റ്റേ ചെയ്താലും വീണയ്ക്ക് ഗുണമാണ് എന്നുള്ളത് വസ്തുത അവിടെ നിൽക്കട്ടെ. CMRന്റെ ഉദ്യോഗസ്ഥർ ഇതേ വാദം, BJPയുടെ ഒരു നേതാവാണ് ഡിഫാക്ടോ കംപ്ലൈൻറ്റ്, അതുകൊണ്ട് സ്റ്റേ വേണം, ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്. സ്റ്റേ വേണം, അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത് സ്റ്റേ വേണമെന്ന് പറഞ്ഞ് സ്റ്റേ തരാൻ പറ്റില്ല, നിങ്ങളെ ഞാൻ കേൾക്കാം, അത് വെക്കേഷൻ ശേഷം കേൾക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ, അത് കഴിഞ്ഞ് ചെന്നൈ ഹൈക്കോടതിയിൽ അടുത്തടുത്ത് കൊണ്ട് കൊടുത്താൽ മതിയല്ലോ. ഇങ്ങനെ വണ്ടി നീണ്ടു പോകുമല്ലോ. ഇതിന്മേൽ കൃത്യമായ മോഷണം നടന്നിട്ടുണ്ട്. ആ മോഷണത്തിന്മേൽ നടപടി ഉണ്ടാകും. ഇതിന്റെ 1-ാം പ്രതി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് തൽസ്ഥാനത്ത് ഒരു നിമിഷം പോലും തുടരാൻ അനുവാദം ഉണ്ടാകും. ശരി, വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ് ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീ പ്രിൻറ്റു മഹാദേവ് കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇപ്പോൾ നേരത്തെ ശ്രീ ഷോൺ ജോർജ് പറഞ്ഞു ഇതിലൊരു അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് അടക്കമാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡിസിഷൻ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരു പ്രോമിനന്റ് പേഴ്സണ് വേണ്ടിയാണ് ഈ പണം കൈമാറിയത് എന്ന് പറയാൻ മാത്രമുള്ള എന്ത് അന്വേഷണം? ഇപ്പോൾ മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി അതിന്റെ ബെനഫിറ്റ് എടുത്തിട്ടുണ്ടോ? ഈ ട്രാൻസാക്ഷന്റെ ഏതെങ്കിലും ഒരു സമയത്തോ സ്ഥലത്തോ സമ്മർദ്ദമായി CMO പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയതായി അന്ന് വീണയെ കേട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു CPM പറയുന്ന ഏറ്റവും വലിയ കാര്യം. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം പറഞ്ഞൊരു കാര്യം, വീണയെ പോലും കേൾക്കാതെ നടത്തിയ ഒരു അന്വേഷണം, അതിന്റെ ഉത്തരവിൽ വീണ ആർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നത് കണ്ടുപിടിച്ച് ഒരു പരാമർശം നടത്തിയെന്ന് പറഞ്ഞാൽ അത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വാദമാണ്. അപ്പോൾ ഒരു അന്വേഷണ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഉത്തരവ് വരുന്ന സമയത്ത് അതിൽ രാഷ്ട്രീയ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് നിരന്തരം രാഷ്ട്രീയ ആരോപണങ്ങളും നിരന്തരം അധിക്ഷേപങ്ങളും നിരന്തരം പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്ത്, രാഷ്ട്രീയ രീതി തന്നെ മാറ്റമായ ഒരു സംസ്ഥാനത്ത് സ്വാഭാവികമായും അത്തരം സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകും. അവിടെയാണ് രാഷ്ട്രീയ താല്പര്യം ചൂണ്ടിക്കാണിക്കപ്പെടുക. അല്ല, ഇതിനകത്ത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അന്വേഷണമല്ല നടന്നിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം. സത്യത്തിൽ ഇന്ന് മധുരയിൽ നടക്കുന്ന CPMന്റെ പാർട്ടി കോൺഗ്രസിനകത്ത് ഈ പലസ്തീനിലെ ഭീകരവാദികൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഇവരൊരു കഫിയ എന്ന് പറയുന്ന ഒരു വസ്ത്രം ധരിച്ചതായി ഞാൻ കണ്ടു. സത്യത്തിൽ ഇതൊക്കെ CPMകാരുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പർമാർക്കൊക്കെ തലയിൽ ഈ നാണക്കേട് കൊണ്ട് മുണ്ടിടാനുള്ള ഒരു കീറ കഷ്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം വീണ വിജയന്റെ ഈ കേസ് വന്നതിന് ശേഷം സത്യത്തിൽ പിണറായി വിജയൻ അടക്കം നാണം കെട്ട് പൊതുസമൂഹത്തിന് മുമ്പ് തല താഴ്ത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കഫിയയ്ക്ക് ഒരു പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വസീഫ് ഇങ്ങനെ സത്യത്തിൽ ഈ യുവതാര ക്ലബിന്റെ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിനെ പോലെയാണ് അദ്ദേഹം ഈ കോർപ്പറേറ്റ് കമ്പനികളുമായി ബന്ധപ്പെട്ട മന്ത്രാലയവുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകൾ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വസീഫിനെ പോലെയുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ആളുകൾ ഒന്ന് മനസ്സിലാക്കുക, ഈ കേസിന്റെ നാൾവഴികൾ ആരംഭിക്കുന്നത് 2019 2019 അതിനു മുമ്പ് 2013 മുതൽ 19 വരെ ഈ മണൽക്കർത്ത, അതായത് കേരളത്തിലെ തീവട്ടി കൊള്ളക്കാരനും ഇവിടുത്തെ രാഷ്ട്രീയ മേധാവികൾക്കടക്കം വലിയ രീതിയിലുള്ള കോഴ കൊടുത്തുകൊണ്ട് ഈ കേരളത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്ന കരിമണൽ കർത്ത എന്ന് പറയുന്ന കൊള്ളക്കാരൻ, ആ കൊള്ളക്കാരൻ 2013 മുതൽ 19 വരെ നടത്തിയിട്ടുള്ള, ഇവിടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള മണി ലോണ്ടറിംഗ് അടക്കം വരുന്ന 132 കോടിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇൻകം ടാക്സ് ഈ അന്വേഷണം നടത്തുന്നത്.
അതിനുശേഷം ആ അന്വേഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് 132 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തുന്നു. ആ ക്രമക്കേട് കണ്ടെത്തിയത് ഇൻകം ടാക്സ് ആണ്. ആ ഇൻകം ടാക്സ് നടത്തിയ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെ അദ്ദേഹം ഇന്റർമെന്റ് സെറ്റിൽമെന്റ് ബോർഡിൽ പോകുന്നു. ഇന്റർമെന്റ് സെറ്റിൽ ബോർഡിനകത്ത് നടത്തിയിട്ടുള്ള അന്വേഷണത്തിനകത്താണ് ഈ വീണ വിജയനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടാകുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. വീണ വിജയനെ കുറിച്ച് മാത്രമല്ല, അതിനകത്ത് KK ഉണ്ട്, EK ഉണ്ട്, OC ഉണ്ട്, അതുപോലെ RC ഉണ്ട്. ഇങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും കുറിച്ച് അതിനകത്താണ് പറയുന്നത്. അല്ലാതെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഞങ്ങൾ ഈ വീണ വിജയനെതിരെ നേരെ ചെന്നുകൊണ്ട് EDക്ക് ഇട്ടുകൊടുക്കുകയോ ഈ പറയുന്ന SFIക്ക് ഇട്ടുകൊടുത്തതല്ല. ഇവിടെ നടന്ന പ്രമാദമായ ഒരു കേസിനകത്ത് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകൾ എങ്ങനെയാണ് അതിനകത്ത് നിന്ന് 2.70 കോടി രൂപ കൈപ്പറ്റി എന്നുള്ളതാണ് വിഷയം. അവിടെ അതുമായി അന്വേഷണം നടന്ന സമയത്ത് സേവനം കൊടുക്കാതെയാണ് വീണ വിജയൻ ഈ പണം വാങ്ങിയിട്ടുള്ളത്. വീണ വിജയൻ ഇങ്ങനെ പണം വാങ്ങുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ്? കാരണം കേരളത്തിൽ ഒരു 25,000 വീണമാരുണ്ടാവല്ലോ. ഒരു 25,000 മിനിമം ഒരു വീണയുടെയും അക്കൗണ്ടിലേക്ക് പണം പോയിട്ടില്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള വീണ വിജയന്റെ മകളുടെ പാവപ്പെട്ട ഈ വസീഫ് പറഞ്ഞ പോലെ പാവപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് 2.72 കോടി രൂപ എങ്ങനെയാണ് വന്നത്? അത് അഴിമതിയാണ്. കാരണം എന്താണ്? KSITC പോലുള്ള ഒരു ഏജൻസി CMRലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അവിടെ അഴിമതിയുടെ പണം കൈപ്പറ്റുന്നു, അല്ലെങ്കിൽ മണി ലോണ്ടറി ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിൽക്കുന്നു. അവിടെയാണ്. അവിടെ തന്നെ പറയുന്നത് ഞങ്ങളാരുമല്ലല്ലോ. ഇവിടെ കമ്പനിയുടെ ഒഫീഷ്യലായിട്ടുള്ള കമ്പനിയുടെ ആളുകളാണ് പറയുന്നത് ഞങ്ങൾ ഒരു തരത്തിലുള്ള സേവനവും ഞങ്ങൾക്ക് തന്നിട്ടില്ല. സേവനം തന്ന മുഴുവൻ പിണറായി വിജയനാണ്. അതുപോലെ തന്നെ പിണറായി തുടർച്ചയായി സംസാരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും വി വസീഫിന് അതിലൊരു പരാതിയും ഉണ്ടാകും. ശ്രീ വസീഫ്, ഇപ്പൊ കമ്പനികാര്യ ചട്ടം 447 പ്രകാരം ഫ്രോഡുലന്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ് SFIO കുറ്റപത്രത്തിൽ പറയുന്നത്. ഇവിടെ നേരത്തെ നമ്മളെല്ലാവരും കേട്ടത് ഒരു 1.7 എന്ന കണക്കാണ് കുറ്റപത്രത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ആദ്യം നമ്മൾ കേട്ടിരുന്നത് ഏതാണ്ട് 1,70,00,000 രൂപയുടെ കണക്കാണ്. പിന്നീട് ഇപ്പോൾ പറയുന്നത് 2,70,00,000 രൂപ. അതായത് ഈ CMRLൽ നിന്ന് എക്സാലോജിക്ക് കൊടുത്ത സേവനത്തിന്, അങ്ങനെ തന്നെ എടുക്കൂ, കൊടുത്ത സേവനത്തിന് തിരികെ പറ്റിയ പണമായി 1,70,00,000 രൂപ. ഇതിൽ തന്നെ ഈ എംപവർ ഇന്ത്യ അതിൻ്റെ ഈ ബോർഡ് അംഗങ്ങളൊക്കെ ആരാണ് എന്നത് സംബന്ധിച്ച് ഇതിനകം തന്നെ നമ്മളെല്ലാവരും പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. അതും ശശിധരൻ കർത്തയും മാത്രമുള്ള. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന്, എംപവർ ഇന്ത്യയിൽ നിന്ന് വായ്പ ഇനത്തിൽ വാങ്ങിയ ഏതാണ്ട് 1 കോടിയോളം രൂപ ഇത് പിന്നീട് തിരിച്ചടച്ചിട്ടോ അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാൾമെന്റുകളോ തിരിച്ചടച്ചതായ രേഖകളോ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് വരുന്നത്. അപ്പോൾ കൊടുത്ത സേവനത്തിന് എന്നതിനപ്പുറത്തേക്ക് വായ്പാ ഇനത്തിൽ, ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അന്ന് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭാര്യ, അവരുടെ അമ്മ പെൻഷൻ പറ്റിയ ഇനത്തിൽ കൊടുത്ത പണത്തിൽ നിന്ന് ആണ് ഈ കമ്പനി തുടങ്ങിയ കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ തുടങ്ങിയതോ അല്ലെങ്കിൽ അത് തുടർച്ചയായിട്ടുള്ള കാര്യത്തിൽ എവിടെയെങ്കിലും സാമ്പത്തിക സഹായം ഈ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടോ? അങ്ങനെ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് തിരികെ കൊടുത്തുവോ? അങ്ങനെ കൈപ്പറ്റാൻ മാത്രമുള്ള വ്യക്തിപരമായതോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഫഷണലോ ആയ ബന്ധം, അതായത് പണം കൈപ്പറ്റാൻ മാത്രമായുള്ള ബന്ധമുണ്ടോ? ഇതൊക്കെ ആര് വിശദീകരിക്കും? ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രക്കുറിപ്പ് കൂടി CPMന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? CPMന്റെ ഭാഗത്തുനിന്ന് പറയേണ്ടതെല്ലാം വളരെ കൃത്യമായി CPM നേതാക്കന്മാർ നേരത്തെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, 3 കോടതികളിൽ വളരെ വിശദമായി വാദം നടന്ന്, അതാണ് അവിടെ രാഷ്ട്രീയമല്ലല്ലോ, വാദം നടന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഓർഡർ ഉണ്ട്. നിങ്ങളിപ്പോ 52 പേജോ മറ്റുള്ള ഓർഡറാണ്. വെറുതെ ബഹളം വെക്കല്ലേ നിങ്ങൾ സുരേഷ് ഗോപി ആണല്ലേ? വെറുതെ ബഹളം വെക്കല്ലേ? നിങ്ങൾ രാഷ്ട്രീയക്കാരനല്ലേ? മുതലാളി പ്രസിഡന്റ് ആയി നിങ്ങൾ ഇങ്ങനെ ആവല്ലേ? നിങ്ങളവിടെ ഇരി. അല്ല, നിങ്ങളവിടെ ഇരി. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടല്ലോ. ഹൈക്കോടതിയെ നിങ്ങൾക്ക് വിശ്വാസം എടുക്കാൻ പറ്റില്ലേ? ഹൈക്കോടതിയെ അല്ല, ഹൈക്കോടതി ഈ കേസിൽ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് തള്ളില്ലേ? ഹൈക്കോടതി ഈ കേസ് തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിയതെന്താ? പിന്നെ ഇതേ സംഭവമല്ലേ? ഇത് ബന്ധമില്ലേ? ഇതിന് ബന്ധമില്ലേ? ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ബഹളം വെക്കല്ലേ? മാധുരിയുടെ മൈക്ക് ഓഫ് ആക്ക്. ഇങ്ങനെ ഇതാക്കല്ലേ? അല്ല, നിങ്ങളും മാധ്യവും ഈ ഷോണും ഒക്കെ ഇരുന്നിട്ടല്ലേ ആലോചിക്കുന്നത്? നിങ്ങൾ ഒരുമിച്ച് ന്യായമാണ്. പക്ഷേ ശ്രീ വി വസീഫ്, ഈ 2 കേസും 2 എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഒറ്റ കേസാണെങ്കിൽ അങ്ങനെ പറയാം. ഒന്ന് ഞാൻ മധുരയിലായിരിക്കുന്നത്,
ഒന്ന് ഞാൻ മധുരയിലാണ് ഇരിക്കുന്നത്, എന്റെ മുമ്പിൽ ടി വിയോ അങ്ങനെ ഇല്ല, അതിന്റെ റേഞ്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. മാധു ഇങ്ങനെ ബഹളം വെച്ചുള്ള ഒരു ചർച്ചയിലാണെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതങ്ങനെ ബഹളം വെച്ച് പോവാം നമുക്ക്. ശ്രീ പ്രിന്റു മഹാദേവനോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സാങ്കേതികമായ ചില പരിമിതികളുണ്ട്. പാർട്ടി കോൺഗ്രസ് വേദിയിലാണ്. അതുകൊണ്ട് അത്രമേൽ ഇടപെട്ടാൽ അദ്ദേഹത്തിന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അത് പരിഗണിക്കേണ്ടതാണ്. നല്ല ചർച്ചയുടെ ലക്ഷണവും അതായിരിക്കും. അങ്ങ് പറയൂ. അപ്പൊ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനി എന്ന് പറയുന്നത് എക്സാലോജിക് ആണ്. അവരുടേതായ രീതിയിൽ അവർക്ക് നേരെ വരുന്ന ആരോപണങ്ങളെ ചെറുക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അവർ കൊടുത്ത സേവനങ്ങളെ കുറിച്ചോ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ചോ ഒക്കെ അവർ പറയും. അതിലെന്താ തർക്കം? ഈ കോടതികളിലൊക്കെ അവരത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സംഭവം പണം കൊടുത്ത സമയത്തോ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നോ? അല്ലല്ലോ. ഇവിടെ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ആ സമയത്ത് മുഖ്യമന്ത്രി അല്ലാതിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൾ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായി ആ സ്ഥാപനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അവരൊരു സേവനം കൊടുത്തതിന്റെ ഭാഗമായി അവർക്ക് പണം കിട്ടുന്നു. അത് അക്കൗണ്ടിലൂടെയാണ് ആ പണം വാങ്ങുന്നത്. അക്കൗണ്ടിലൂടെ പണം വാങ്ങി ടാക്സ് കൊടുത്ത ഒരു പണത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് ഇവരെവിടെയെങ്കിലും ഏതെങ്കിലും ചാനൽ ചർച്ചകളിൽ ഒരു ദിവസത്തെ 1 മണിക്കൂർ എടുത്ത് ഈ വിഷയം മാത്രം ചർച്ച ചെയ്തിട്ടുണ്ടോ? രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് എന്ന്. എന്നാൽ ആ വാങ്ങിയ പണത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തോ? അത് ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ? ഏത് അക്കൗണ്ടിലാണ് വാങ്ങിയത്? അതിനെക്കുറിച്ച് ചർച്ച ചെയ്തോ? ഒന്നുമില്ല. പിന്നെ ഇപ്പൊ ഇവിടെ നാണമില്ലാതെ പറയുന്ന ആളുകളുണ്ടല്ലോ. കൊടകര കോൽപ്പണ കേസ് മാത്രം നമുക്കറിയുന്നല്ലേ. എന്തേ ഇ.ഡി. അതിലൊരു FIR ഇടാഞ്ഞത്? ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ എന്തേ അവര് ഒളിച്ചു കടത്താൻ ശ്രമിച്ചു? അവരെ സഹായിച്ചത്? ആ കേസിൽ ആ മോഷണം നടന്ന സമയത്ത് ആദ്യം വിളിക്കുന്നത് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റിന്റെ മകനെയല്ലേ? ഇവിടെ ഈ തിരൂർ സതീഷ് എന്ന് പറയുന്ന ആൾ വന്ന് വെളിപ്പെടുത്തിയത് എന്താ? 6 ചാക്കുകളിൽ പണം ഞാൻ കെട്ടിക്കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. എന്നിട്ട് അവരെ വിളിപ്പിച്ചോ? ഇല്ലല്ലോ. ഞങ്ങൾ നിയമപരമായി പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഇപ്പൊ ഈ SFIO പറയുന്ന കേസിൽ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും അനധികൃതമായി പണം കടത്തിക്കൊണ്ടുപോയാൽ വരേണ്ട ഒരു കേസാണ് ഇവിടെ ഇപ്പൊ ചുമത്തിയിരിക്കുന്നത്. ഇത് അങ്ങനെയല്ല. ആ കമ്പനി പുറത്തൊരു കമ്പനിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളുമായി ഒരു സേവനത്തിൽ ഏർപ്പെട്ട കരാറാ. ആ കരാറിൽ എത്ര രൂപ കൊടുക്കണം, എത്ര രൂപ കൊടുക്കരുത് എന്ന് തീരുമാനിക്കേണ്ടത് ആ കമ്പനിയാണ്. ഇനി ആ കൊടുത്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡും അത് അവതരിപ്പിക്കുന്ന സമയത്ത് പൊതുയോഗത്തിലോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ചോദിക്കാനുണ്ടെങ്കിലും അങ്ങനെ ഓരോ ഷെയർ ഹോൾഡേഴ്സറും 260 രൂപ കൊടുത്തെടുക്കുന്ന ഓരോ ഷെയർ ഹോൾഡറുടെയും അഭിപ്രായം കേട്ടുകൊണ്ടാണോ ഒരു കരാർ തീരുമാനിക്കുക, ഒരാൾക്ക് ജോലി കൊടുക്കുക? എന്ത് അടിസ്ഥാനമില്ലാത്ത വാദം ഇവർ ഉന്നയിക്കുന്നത്? അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഓരോരുത്തരും ഇപ്പൊ ഈ സോഫ്റ്റ്വെയർ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടാകും. അവർ ഏതൊക്കെ കമ്പനികളിൽ പോയി ഏതൊക്കെ തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻഷുറൻസ് മേഖല, നമ്മളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, അതിന് നമ്മൾ പ്രീമിയം കൊടുക്കുന്നുണ്ട്. ആ പ്രീമിയം കൊടുക്കുന്ന സമയത്ത് ഈ നമ്മളിപ്പോ പറയുന്നത് പോലെ ഈ ആനുവൽ മെയിന്റനൻസ് എന്ന് പറയുന്നത് പോലെ ഒരു വർഷക്കാലയളവിൽ എനിക്കുണ്ടായേക്കാവുന്ന അസുഖത്തെയാണ് ഞാൻ ഇൻഷുർ ചെയ്യുന്നത്. അത് അസുഖം ഇല്ലെങ്കിൽ ആ പണം പോയി. ശരി, ഞാൻ ഇടപെടുകയാണ്. ഇപ്പൊ ഓരോ ഓഹരി ഉടമയോടും ചോദിച്ചിട്ടില്ല ഒരു കമ്പനിയും ഈ പറയുന്ന കരാറുകളിൽ ഇടപെടുന്നത്. പക്ഷേ ആ കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നികുതി തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് രാജ്യത്തെ ഒരു ജുഡീഷ്യൽ ബോഡി, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഉണ്ടാവുകയാണ് എങ്കിൽ അതിലെ ഓരോ ഓഹരി ഉടമയ്ക്കും ഇനി ആ കമ്പനിയിൽ KSIDCക്ക് 13% ഓഹരി ഉണ്ടെങ്കിൽ നികുതി അടയ്ക്കുന്ന കേരളത്തിലെ ഓരോ പൗരനും അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിക്കാൻ ധാർമ്മികമായ അടിത്തറയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ 51ാമത്തെ പേജിൽ പറയുന്നൊരു കാര്യമുണ്ട്. അത് ആ ഡിസിഷൻ പറയുന്നുണ്ട്. 1,72,072 കണക്ക് പറയുന്ന ആ പേജിൽ ആ ഡിസിഷന്റെ ഭാഗമായി തന്നെ പേയ്മെന്റ് ടു ശ്രീമതി വീണ ടി, അത് ഓരോ തവണത്തെയും ആദ്യം ഒരു 15 ലക്ഷം, 96 ലക്ഷം, 21, 40 ലക്ഷം എന്ന കണക്കുകൾ പറയുന്നതിൽ 2017-18 ഇയർ, 2018-19, 2019-20, 2019-20 ഈ ഇയറുകളാണ് പറയുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ആ സമയത്ത് ആരായിരുന്നു എന്ന് ഇനി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടി വരില്ല എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് വേണമെങ്കിൽ ഞാനത് അയച്ചു തരികയും ചെയ്യുന്നതാണ്. ഇടവേള. ഡോക്ടർ ജിൻഡോ ജോൺ അങ്ങേക്ക് വരാം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ ആവർത്തിച്ച് ഈ ചർച്ചയിൽ ചോദ്യമുണ്ടായിട്ടും എന്താണ് ബസ്?
അല്ല അതെ, ഞാൻ ഈ മുഖ്യമന്ത്രിയുടെ കാലം പറഞ്ഞത് നേരത്തെ ഷോൺ ജോർജിന്റെ കാലഘട്ട അതെ ഈ സംസാരത്തിൽ പറഞ്ഞിരുന്നു, ഈ ഗവൺമെന്റ് വലിയ സഹായം ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ ഇവർക്കൊരു സൗകര്യം ചെയ്തു കൊടുത്തു, അപ്പൊ സ്വാഭാവികമായിട്ടും ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ അതിലാണ് പറഞ്ഞു പോയത്. മുഖ്യമന്ത്രി ആ കാലഘട്ടങ്ങളിൽ ഈ സഹായവും CMR-ൽ നിന്നും ഗവൺമെന്റിൽ നിന്നുള്ള ഇടപാടുകളൊക്കെ നടന്നത് UDF-ന്റെ ഭരണകാലത്താണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലത്ത് ഒരു സഹായവും മുഖ്യമന്ത്രിയുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് വിജിലൻസ് കേസിന്റെ ആധാരം. പരാതിയും അന്വേഷണവും അടക്കം കോടതി അങ്ങ് പറഞ്ഞതുപോലെ എടുത്ത് തോട്ടിൽ കളഞ്ഞത്, അല്ലെങ്കിൽ എടുത്ത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞത് ഈ പറയുന്ന വിജിലൻസ് അന്വേഷണത്തിന് കാരണമാകാവുന്ന ഈ ഒരു ആരോപണമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ആളുകൾ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഈ SFI അന്വേഷണം എക്സാലോജിക്കും CMR-ലും തമ്മിലുള്ള ഇടപാടിൽ മാത്രമുള്ളതാണ്. അതിലിപ്പോൾ പ്രതിസ്ഥാനത്ത് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നയാൾ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ളത് കൊണ്ട് ഈ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് ഇതിനെ പറയുമ്പോഴാണ് മന്ത്രി P. രാജീവ് അടക്കം വിജിലൻസ് കേസ് എടുത്ത് തള്ളിയതല്ലേ, തോട്ടിൽ കളഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് SFI അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അല്ല എന്നുള്ളത് നിങ്ങൾ ആവർത്തിച്ച് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ 2 തവണ അങ്ങോട്ട് ചോദിച്ചു, അങ്ങ് പറഞ്ഞില്ല. ഡോക്ടർ ജിൻഡോ ജോൺ, അത് തന്നെയാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളതും. ഈ മാത്യു കുഴൽനാടൻ വിജിലൻസ് കേസ് കൊടുത്തു, കഴിഞ്ഞ ദിവസം അതിന്റെ റിവിഷൻ ഹർജി വന്നു, അതും കോടതി അംഗീകരിച്ചില്ല. അതിന്റെ ആഘോഷങ്ങൾ ഇടത് ഹാൻഡിലുകളിൽ അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് കൃത്യമായ തെളിവില്ലാതെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച് നിങ്ങളൊരു കേസ് മുന്നോട്ട് വെക്കുന്നു. അത് തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഇപ്പുറത്തുണ്ടാകുന്ന രാഷ്ട്രീയ മൈലേജ്, പ്രത്യേകിച്ചും അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ല, കോടതി എടുത്ത് കളയുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൈലേജ് അനുഭവിക്കുന്നവരാണ് അവർ. അപ്പോൾ SFI അന്വേഷണം ഇതിന്റെ ബാക്കിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പിടിക്കാൻ സ്വാഭാവികമായും CPM-ന് കഴിയും. അല്ല മാധു, വസീഫിനെ പോലുള്ള ആളുകൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നെ പോലുള്ള സാധാരണ മനുഷ്യർക്കും സാമാന്യ ബുദ്ധിയെ ആശേഷം എങ്കിലും അല്പമെങ്കിലും അവശേഷിക്കുന്ന ആളുകൾക്കും ചോദിക്കാൻ തോന്നുന്ന ചില സംശയങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ആദ്യഘട്ടത്തിൽ വസീഫ് പറഞ്ഞൊരു ചോദ്യം, മാധുവിനോട് ചോദിച്ച ചോദ്യമുണ്ട്. ഒരു കമ്പനി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് SFI-യോ അല്ലെങ്കിൽ കമ്പനികാര്യ മന്ത്രാലയമാണോ നോക്കേണ്ടതെന്ന്? അത് ഈ രാജ്യത്തെ നിയമം അങ്ങനെയാണ് വസീഫെ, അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അല്ലാതെ ഈ ദേശാഭിമാനിക്ക് 2 കോടിയും 1 കോടിയും ഒക്കെ ബോണ്ട് വാങ്ങുന്ന പോലെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല കമ്പനി രജിസ്ട്രേഷൻ എടുത്താൽ. അല്ല, ഇനി അടുത്തത് അല്ല, സ്വഭാവം തുടക്കത്തിൽ തന്നെ അലമ്പുണ്ടാക്കില്ല. ഇനി അടുത്തത്, മാധുവിന് മാതൃഭൂമി ശമ്പളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് SFI അന്വേഷിക്കേണ്ട കാര്യമുണ്ടോന്ന്. മാതൃഭൂമിയുടെ സ്റ്റാഫാണ്, അതുകൊണ്ട് ജോലി ചെയ്തൊന്ന് നോക്കി ശമ്പളം തരാം. അതിന് പകരം മാധുവിനെ മാതൃഭൂമി ഔട്ട്സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുകയും വേറെ എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടി പുറത്തുനിന്ന് ഒരാളായിട്ട് ഹയർ ചെയ്യുകയും ചെയ്താൽ മാധുവിന് തരുന്ന ശമ്പളത്തിന് വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം കണ്ടാൽ അത് ചോദിക്കാൻ SFIക്ക് സാധിക്കും. മാത്രമല്ല, മാധു എന്ത് സേവനമാണ് ചെയ്തതെന്ന് മാധുവിനും പറയാൻ കഴിയണം. മാധുവിന്റെ എന്ത് സേവനമാണ് കിട്ടിയതെന്ന് മാതൃഭൂമിക്ക് പറയാൻ കഴിയണം. കാരണം മാധുവിന്റെ അക്കൗണ്ടിലേക്ക് പരിധിയിൽ കഴിഞ്ഞ രീതിയിൽ 1.25 കോടി രൂപ വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം മാധുവും കമ്പനിയും പറയേണ്ട കാര്യമുണ്ട്. അടുത്തത്, അദ്ദേഹം മധുരയിൽ ഇരുന്നാണ് ഈ ചർച്ച ചെയ്യുന്നത്. ഇന്ന് CPM-നെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മധുരതരമായ ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. കാരണം ബംഗാൾ ഘടകവും ആന്ധ്ര ഘടകവും അടക്കമുള്ള വിഭാഗങ്ങൾ പറയുന്നു അത് തന്നെത്താൻ കേസിനെ നേരിടണം. പക്ഷേ കേരള ഘടകവും പ്രകാശ് കാരാട്ടും പറയുന്നു ഈ കേസിനെ രാഷ്ട്രീയമായിട്ട് നേരിടും, ഇത് CPM-നെതിരായിട്ടുള്ളൊരു വെല്ലുവിളിയാണെന്ന്, രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. അവിടെയാണ് എൻ്റെ വസീഫിനോടുള്ള ചോദ്യം. ഈ കേസിന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ, PV എന്നുള്ള ഒരു ഇനിഷ്യൽ പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി എന്താ, ആ PV ഞാനല്ല, എന്റെ കൈകൾ ശുദ്ധമാണെന്ന്. ആ PV പിണറായി വിജയൻ അല്ലെങ്കിൽ, വീണ തൈക്കണ്ടിലുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോമിനന്റ് പേഴ്സൺ പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയ പ്രേരിതമാണുള്ളത്? സ്വാഭാവികമായിട്ടും വീണ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കരിമണൽ കർത്തയുടെ CMRL കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് വെച്ച് മേടിച്ചിരിക്കുന്ന ആ പണം എന്താണെന്ന് വീണയും എക്സാലോജിക്കും പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എന്താ കിട്ടിയെന്ന് കരിമണൽ കർത്ത പറഞ്ഞാൽ മതി. ആ PV പിണറായി വിജയൻ അല്ല എന്ന് നിങ്ങൾ പറഞ്ഞ അന്ന് മുതൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാനുള്ള നിങ്ങളുടെ അവകാശം അവസാനിച്ചു. അടുത്തത് താങ്കൾ പറഞ്ഞത് എന്താ, വീണ വിജയന്റെ അക്കൗണ്ടിലേക്കും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും പണം വന്ന കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്ന്. അത് ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ DYFI, SFI, CPM നേതാക്കന്മാർക്ക് സംഭവിക്കുന്ന ഒരു ഓർമ്മക്കുറവാണ്. കേരളത്തിന്റെ നമ്മുടെ മുമ്പിൽ വിവരങ്ങൾ ലഭ്യമാകുന്നത് പ്രകാരം 2017-18 കാലത്ത് 60 ലക്ഷം രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അവധിയെടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം വന്ന കാലഘട്ടത്തിൽ മുഴുവൻ
കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. വീണ GST ഫയൽ ചെയ്തു, വീണ ടാക്സ് ഫയൽ ചെയ്തു എന്നൊക്കെ ധനകാര്യമന്ത്രി KM ബാലഗോപാൽ പറഞ്ഞ കാലഘട്ടത്തിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അടുത്തത് താങ്കൾ ചോദിക്കുന്ന ചോദ്യം എന്താ? ഹൈക്കോടതികൾ മുഴുവൻ തള്ളിയതല്ലേ വിജിലൻസ് പരാതി എന്ന്. ഞാൻ പറയട്ടെ വസീഫെ, കേരളത്തിൽ VS അച്യുതാനന്ദൻ മുതൽ ഒരുപാട് CPM നേതാക്കന്മാർ കേരളത്തിൽ വിവിധ സർക്കാരിൽ ഭരിച്ചിട്ടുള്ള മന്ത്രിമാർക്കെതിരെ വിജിലൻസിലും മറ്റ് പല പരാതികളും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് പരാതി കൊടുത്തപ്പോഴൊക്കെ മുഴുവൻ രേഖകളും സംഘടിപ്പിച്ചുകൊണ്ടല്ല, ഒരു പൊതുപ്രവർത്തകന്റെ മുമ്പിൽ കിട്ടുന്ന വിവരങ്ങൾ, അദ്ദേഹത്തിന് കിട്ടുന്ന അറിവുകൾ, അദ്ദേഹത്തിന്റെ അനുമാനങ്ങൾ, ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു പരാതി കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് അന്വേഷണ സംഘമാണ് അത് കണ്ടെത്തേണ്ടത്. അതിൽ ആരോപണമുണ്ടോ, ആരോപണത്തിൽ കഴമ്പുണ്ടോ, അതിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന്. അത് അന്വേഷിക്കാൻ പോലും എടുക്കാതെ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രിയുടെ സൽക്കാരം ഏറ്റുവാങ്ങുന്ന ലോകായുക്ത ജഡ്ജിമാരും വിരമിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം മുഖ്യമന്ത്രിയുടെ സൽക്കാരം ഏറ്റുവാങ്ങുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും ഒക്കെയുള്ള കേരളത്തിൽ ഞങ്ങൾക്ക് ചില വിധികളെ സംശയിക്കേണ്ടി വരും. അതവിടെ നിർത്താണ്. ഇനി അടുത്തത് SFIയുടെ അന്വേഷണവും വിജിലൻസ് പരാതിയും രണ്ടാണ്. വിജിലൻസിൽ കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തെങ്കിലും സേവനം കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഞങ്ങളുടെ മുമ്പിലുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വീണ തൈക്കണ്ടിലിന്റെ അച്ഛൻ, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, മലിനീകരണ നിയന്ത്രണ വകുപ്പിന്റെ മന്ത്രിയാണ്, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയാണ്, അതിനേക്കാൾ അപ്പുറം ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയാണ്, മന്ത്രിസഭയുടെ പൊതുവായിട്ടുള്ള നയ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കേണ്ട ആ വകുപ്പും ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയുമാണ്. ഈ സീസറിന്റെ ഭാര്യ ആരോപണത്തിന് വിധേയമാകണം എന്നുള്ള ആ പഴയ കണ്ടീഷൻ എന്റെ വീണ തൈക്കണ്ടിലിന് ബാധകമല്ലേ? അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന് കൊടുക്കാത്ത എന്ത് പരിഗണനയാണ് പിണറായി വിജയന് കൊടുക്കുന്നത്? CPMന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ PB അംഗങ്ങൾ വരെ നിരന്നു നിന്ന് ന്യായീകരിക്കേണ്ട എന്ത് ഗതികേടാണുള്ളത്? ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ മാധു, ഇതൊന്നും വേണ്ടല്ലോ. SFIയുടെ അന്വേഷണം വേണ്ട, വിജിലൻസിന്റെ ആരോപണം വേണ്ട, വീണ തൈക്കണ്ടിൽ സ്വന്തം അച്ഛന്റെ പാർട്ടിയുടെ അടിവേരിളക്കുന്ന രീതിയിൽ ഈ ആരോപണം മുന്നോട്ട് പോയിട്ടും വീണ തൈക്കണ്ടിലിന് എന്തുകൊണ്ടാണ് താൻ ചെയ്ത സേവനം എന്താണെന്ന് പറയാൻ പറ്റാത്തത്? ഇത്ര വിലപ്പെട്ട സേവനം കൊടുത്ത ഒരു കമ്പനിയുടെ മുതലാളിക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് കമ്പനി പൂട്ടിപ്പോകേണ്ടി വന്നു? എന്തുകൊണ്ട് ഭവനം ഭജിക്കേണ്ടി വന്നു? എന്തുകൊണ്ട് ആ സേവനം പുറത്തു പറയാൻ പറ്റാതെ 2,70,00,000 എന്ന നിലയ്ക്ക് എംപവർ ഇന്ത്യയിൽ നിന്ന് വായ്പ ഇനത്തിൽ കൈപ്പറ്റിയ പണവുമായി ബന്ധപ്പെട്ട വിശദീകരണം ആര് നൽകും എന്നതൊരു ചോദ്യം കൂടിയാണ്. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഉടമയ്ക്ക് താൻ വായ്പ വാങ്ങുന്ന പണത്തിന്റെ വിശദീകരണം മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന നിർബന്ധമില്ല. പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ ആദ്യ ഘട്ടത്തിൽ വന്ന ആരോപണത്തിന് ഔദ്യോഗികമായി CPM ഒരു വിശദീകരണ കുറിപ്പ്, നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ആദ്യത്തെ സെന്റൻസ്, 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാട് എന്ന് തുടങ്ങുന്ന, അങ്ങനെ കൊടുക്കാൻ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഉടമയ്ക്കുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് CPM തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ വായ്പ ഇനത്തിൽ കൂടി വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. കിട്ടുമോ എന്ന് അറിയുകയുമില്ല. പക്ഷേ ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇപ്പോ ദേശീയ അന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകളും വളരെ സംശയാസ്പദമായ സാഹചര്യങ്ങളിലും സമയങ്ങളിലും തുടർച്ചയായി ഉണ്ടാകുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നിലാണ് രാഷ്ട്രീയ ആരോപണം എന്ന് CPM പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നിപ്പോ നോക്കൂ, ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യാൻ ചെന്നൈക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഗോകുലം ഗോപാലൻ എമ്പുരാൻ എന്ന സിനിമ റിലീസാകുന്നതിന് മുൻപ് ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. സ്വന്തം രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന ഒരൊറ്റ കാര്യത്തിന് ED അദ്ദേഹത്തിന്റെ ഓഫീസുകൾ കയറി നിരങ്ങുന്നതും അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും 1000 കോടിയോളം രൂപയുടെ വിദേശ വിനിമയ ചട്ട ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടത്ത് ED എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം, രാഷ്ട്രീയ ടൂൾ എന്ന് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ വരെ പരാമർശമുണ്ടായിരിക്കുന്ന ആരോപണം അങ്ങനെ തന്നെ കാണേണ്ടി വരില്ലേ? അല്ല മാധു, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇത് കോർപ്പറേറ്റ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ വസീഫിനെ പോലെയുള്ള ആൾ നിരന്തരമായിട്ട് ഈ ഫാസിസത്തിനെതിരെ സമരം ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഒരു പൊതുബോധം എന്ന രീതിയിൽ ഞാനൊരു കാര്യം പറയാം. ആസിഫെ, ഇന്ത്യൻ മിനിസ്ട്രിക്ക് കീഴിൽ 52 മന്ത്രാലയങ്ങളുണ്ട്. അതിലൊരു മന്ത്രാലയമാണ് കോർപ്പറേറ്റ് മന്ത്രാലയം. ഈ കോർപ്പറേറ്റ് മന്ത്രാലയം എന്ന് പറഞ്ഞാൽ ED പോലെയോ CBI പോലെയോ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ നേരിടാനുള്ള ആയുധമല്ല. കോർപ്പറേറ്റ് മന്ത്രാലയം ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടോ അതിന് മുകളിലുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു നടപടിക്രമങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇടപെടും. അല്ല, നിങ്ങൾ അങ്ങനെ ED ആണെങ്കിലും CBI ആണെങ്കിലും നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? അതല്ലേ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ലല്ലോ ഇതിനകത്ത്. അല്ല നിങ്ങൾ അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ED ഈ കേസ്, വീണ വിജയന്റെ കേസിനകത്ത് EDയോ CBIയോ വരേണ്ടത്.
നിങ്ങൾ അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ ED CBO ഇതല്ലോ വന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ED കേസ് ചാർജും ചെയ്തിട്ടുണ്ട്. ED രാജ്യത്തിന്റെ കള്ളപ്പണങ്ങൾ മുഴുവൻ കണ്ടുകെട്ടിയിട്ടുണ്ട്. പാവപ്പെട്ടവരെ നിങ്ങളെ സഖാക്കൾ അടിച്ചു മാറ്റിയ പണവും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ED ഒരു മോശം സംവിധാനമാണ്. ഞങ്ങൾക്ക് വിശ്വാസമില്ല സാർ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം വസ്തുതകൾ പഠിക്കുക. നിങ്ങൾ എന്തെങ്കിലും വായൽ തോന്നി അതുകൊണ്ട് മാധു ഇതുമായി ബന്ധപ്പെട്ട് അങ്ങ് ചോദിച്ച ചോദ്യം നിങ്ങളുടെ ക്രൈംബ്രാഞ്ച് അല്ലേ, നിങ്ങളുടെ പോലീസ് അല്ലേ? ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ലല്ലോ നിങ്ങളുടെ പോലീസ്. ഞങ്ങൾ അന്വേഷിച്ച് വളരെ കൃത്യമായി കുറ്റപത്രം കൊടുത്തതാ. നിങ്ങളെ ED 3.5 വർഷം വെച്ച് താമസിപ്പിച്ച് ആ ചർച്ചയിൽ എക്സാലോജി കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കേസിലേക്ക് ഇപ്പോൾ അതിലേക്ക് പോകാൻ ഈ കേസിൽ സംസാരിക്കണം. ശ്രീ പ്രിന്റു മഹാദേവൻ, ഞാൻ അങ്ങയോട് ചോദിച്ചത് നിരന്തരം നോക്കൂ, ഞാൻ ഇന്നത്തെ സംഭവം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. ഗോകുലം ഗോപാലുമായി ബന്ധപ്പെട്ട് ED നടത്തുന്ന ഈ രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രഥമ ദൃഷ്ട്യാ ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന ചില ഇടപെടലുകൾ, അതായത് ആ സിനിമയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ആ സിനിമയിൽ സീനുകളെ അപ്പടി സാധൂകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, സാധാരണ മനുഷ്യർക്ക് സംശയം ഉന്നയിക്കാൻ സാധ്യത അവശേഷിപ്പിക്കുന്ന ഇടപെടലുകൾ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. അല്ല, ED ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട് 2013-ലും 2017-ലും 2021-ലും റെയ്ഡ് ഇട്ടുണ്ട്. ഗോകുലം ഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ റെയ്ഡ് ഒന്നുമല്ല. നിങ്ങൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യവുമല്ല. ഇത് EDയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സാമ്പത്തിക ക്രമക്കേട് നടത്തി കഴിഞ്ഞാൽ ആരായിരുന്നു ഗോകുലം ഗോപാലൻ എന്നല്ല, ഇനി ആരെ വസീഫായിരുന്നാലും ശരി ED അന്വേഷിക്കും. അത് ഈ വീണ വിജയന്റെ കേസുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് വീണ വിജയന് എൻ്റെ കുഞ്ഞാണ് അല്ലെങ്കിൽ ഈ പാവപ്പെട്ട സോദരാന്നുള്ള കൊടുക്കല്ലേ. ഇവിടെ വീണ വിജയൻ കൃത്യമായിട്ട് 2.70 കോടി രൂപ കൈപ്പറ്റിയത് എന്തിന്, എന്ത് അവകാശത്തിനാണ് ഈ പണം കിട്ടിയിട്ടുള്ളത്? ഇത് അക്കൗണ്ട് ത്രൂ ആയിട്ട് വന്നതാണല്ലോ. അത് മാത്രമല്ല മാത്യു, ഇതിനകത്ത് ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. വീണ വിജയൻ ഒരു ഈ CMR കമ്പനിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പണം കൈപ്പറ്റിയിട്ടുള്ളത്. 2014 മുതൽ 2024 വരെയുള്ള വീണ വിജയന്റെ മുഴുവൻ അക്കൗണ്ടുകളും SFI അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു കമ്പനിയിൽ നിന്നല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേസിന് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് വസീഫിനെ പോലെയുള്ള ആളുകൾ ഏതൊക്കെ രീതിയിലുള്ള ക്യാപ്സൂളുകൾ ഇറക്കി കഴിഞ്ഞാലും ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ വീണ വിജയന് സാധിക്കില്ല. ഒന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, SFIO എന്ന് പറയുന്നത് കേവലം ഒരു സംവിധാനം, ഒരു അന്വേഷണ ഏജൻസി എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന സംവിധാനമാണ്. ഇന്ത്യയിൽ തന്നെ ഈ SFIO നടത്തുന്ന 7ാമത്തെ അന്വേഷണമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അത് നമുക്കറിയാമല്ലോ. ഈ SFIOയുടെ രൂപീകരണം തന്നെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ നോക്കൂ, ഇപ്പോൾ കോർപ്പറേറ്റ് കൊള്ള, കോർപ്പറേറ്റ് മേഖലയിൽ അഴിമതികൾ, അതോടൊപ്പം തന്നെ ഈ നമുക്കറിയാമല്ലോ ഈ കാലഘട്ടത്തിൽ നമ്മളെ ബഡ്ജറ്റിനെ പോലും അഴിമതിക്കുള്ള കളമൊരുക്കുന്ന രീതിയിലുള്ള കൺസൾട്ടൻസി കോഴയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിച്ചു കൊണ്ടുള്ള സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇതിനകത്ത് ഈ SFIO നടത്തിയിട്ടുള്ളത്. കാരണം SFIO നടന്നാൽ, കാരണം ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിനകത്ത് ജുഡീഷ്യറി ബോർഡിൽ സെറ്റിൽമെന്റിനകത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം. അതിനുശേഷം ROC വരുന്നു. ROCക്ക് മനസ്സിലായി ഇത് രാജ്യവിരുദ്ധമായിട്ടുള്ള പല ഘടകങ്ങളും CMRലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ അന്വേഷണം EDയുടെയും CBIക്കും വിടേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് SFIയുടെ അന്വേഷണം വരുന്നത്. SFIയുടെ അന്വേഷണം സ്വാഭാവികമായിട്ട് കൃത്യമാണ്. ഡൽഹി കോടതിയിൽ ഇത് സ്വാഭാവികമായിട്ട് മധുര കോൺഗ്രസിന്റെ അന്ന് എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളതല്ല. ഡൽഹി കോടതി കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞു കളയരുത്. അങ്ങ് നേരത്തെ EDയെ പോലെയും മറ്റും രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടുന്നതല്ല എന്ന് പറഞ്ഞത് ശരി, അതവിടെ നിൽക്കട്ടെ. എന്നിരുന്നാൽ പോലും ഇത് കൃത്യമായി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് രീതിയിൽ പറയാൻ കഴിയില്ല. രാഷ്ട്രീയ ആരോപണമാണ്, വേട്ടയാണ് എന്ന് പറയാനുള്ള സാഹചര്യം ദേശീയ അന്വേഷണ ഏജൻസികൾ നിരന്തരം ഉണ്ടാക്കി വെക്കുന്ന SFI അന്വേഷിച്ച
ഇന്ത്യയിൽ അന്വേഷിച്ച 7 കോർപ്പറേറ്റ് മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിനകത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസുമില്ല മാധു. അത് നിങ്ങൾ മനസ്സിലാക്കണം. 7 കേസുകളാണ് ഇതുവരെ ഈ SFI അന്വേഷിച്ചിട്ടുള്ളത്. സഹാറ കമ്പനി അടക്കം, കിങ്ഫിഷർ കമ്പനി അടക്കമുള്ള NIA അന്വേഷിച്ച SFI അന്വേഷിച്ച ഏതെങ്കിലും ഒരു കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു തരുമോ? നിങ്ങൾ സമ്മതിച്ചു തരുമോ? ഇലക്ഷന് ഈ രാജ്യത്ത് സാമ്പത്തിക ക്രമക്കേട് നടത്തുമ്പോൾ ED ഇടപെടും. ഈ രാജ്യത്ത് ആഭ്യന്തര വിഷയങ്ങളിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ NIA ഇടപെടും. അതിനൊക്കെ NIAയുടെ ഇടപെടലൊക്കെ നിങ്ങൾ എമ്പുരാൻ സിനിമയുടെ ഹാങ് ഓവറിൽ ഇരുന്നു കൊണ്ട് രാജ്യവിരുദ്ധമാണെന്ന് എങ്ങനെയാണ് മാധു പറയുക? അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതിയെ പോലും സാധൂകരിക്കാത്ത ആളുകളായ ഇലക്ഷന്റെ സമയത്തുള്ള അറസ്റ്റ് സമയത്തെ കുറിച്ച് വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ആ കേസിലോ അതിലെ അഴിമതിയുടെ സാധ്യതയോ ആ കേസിന്റെ മെറിറ്റിനെ പറ്റിയോ സംശയമില്ലാത്തവർ പോലും അറസ്റ്റിന്റെ സമയത്തെ കുറിച്ച് അന്ന് ചോദ്യം ചോദിക്കുകയുണ്ടായി. അതേപോലെ ഇത് നോക്കൂ, ഈ എമ്പുരാൻ സിനിമ റിലീസ് ആവുന്നതിന്റെ തലയാഴ്ച ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഗോപാൽ ഇപ്പോഴും ചെയ്യുന്നത്. അന്നൊന്നുമില്ലാത്ത പ്രശ്നം. ഈ EDയുടെ അന്വേഷണം 5 കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓഫീസുകളിൽ അന്വേഷണം നടത്തുന്നു. നാളെ ചെന്നൈയിൽ വന്ന് ചോദ്യം ചെയ്യാനിരിക്കണം എന്ന് പറയുന്നു. ഇതൊക്കെ സാധാരണ മനുഷ്യൻ കാണുന്നുണ്ട് എന്നൊന്ന് പറഞ്ഞു പോയതാണ് ശ്രീ പ്രിൻറ്റു മഹാദേവ. ഇടവേള 1.5 മിനിറ്റ് വീതമാണ് രണ്ടുപേർക്കുമുള്ളത്. ശ്രീ വി വസീഫ്, ഇപ്പോൾ SFI ഒരു കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് EDക്കടക്കം വീണ്ടും അന്വേഷണം നടത്താനുള്ള ഒരു സാധ്യത കൂടി തെളിയുകയാണ്. അല്ല, അതിപ്പോ BJP പ്രതിനിധി തന്നെ പറഞ്ഞു. ED എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായി അന്വേഷണം നടത്തുന്ന ഏജൻസിയാണ്. അതിന്റെ തെളിവ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ റഹീം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. 193 കേസിൽ വെറും 2 കേസ് മാത്രമാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയുള്ളതിൽ എന്ത് ചെയ്തത് തെളിയിക്കപ്പെട്ടത്. 10,000 കേസ് വന്നതിൽ 40 കേസാണ് കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ. ഞാനും പറഞ്ഞ ബഹളം വെക്കല്ലേ. പിന്നെ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങള് ഇപ്പൊ പിന്നൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ UDFും ഈ പറയുന്ന BJPയും തമ്മിൽ ഒറ്റക്കെട്ടാണ്. നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, ഞാൻ പറഞ്ഞത് UDFിന്റെ മുഖ്യമന്ത്രിമാരുള്ള സമയത്താണ് CMRLന് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതിനു ശേഷം അങ്ങനെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിലും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് തന്നെ വേറെ കുറെ പേരുകളുണ്ടല്ലോ. അക്കൗണ്ടിലൂടെ അല്ലാതെ പണം വാങ്ങിയ രമേശ് ചെന്നിത്തല സമ്മതിച്ചിട്ടുണ്ട് ഞാൻ പണം വാങ്ങിയെന്ന്. PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. ഇവരുടെ കാര്യത്തിലൊന്നും ഒരക്ഷരവും മിണ്ടുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പുനർജനി കേസ് വിദേശ ഫണ്ട് കൊണ്ടുവന്നതാ കേരളത്തിലേക്ക്. അങ്ങനെ വിദേശ ഫണ്ട് കൊണ്ടുവന്ന പുനർജനി കേസിൽ എത്ര പരാതി കൊടുത്തു EDക്ക്? അങ്ങനെ വിദേശത്ത് നിന്ന് ഇങ്ങനെ ഫണ്ട് കൊണ്ടുവരുന്നതിൽ ED അന്വേഷണമോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അന്വേഷിക്കില്ല. അതാ ഞങ്ങൾ പറഞ്ഞത്, കേരളത്തിലേക്ക് ബജ്രംഗിമാരെ കൊണ്ടുവരാനുള്ള ഒരു നേതൃത്വമായി പ്രവർത്തിക്കുന്നത് VD സതീശനാണ്, കോൺഗ്രസ് ആണ്. ഇപ്പോൾ ഇതാ BJPയുടെ നേതൃത്വമായി വന്നിരിക്കുന്നു ഒരു മുതലാളി. ആ മുതലാളി നേരിട്ട് ഇടപെടുകയാണ് അന്വേഷണ ഏജൻസികളുമായി. അന്വേഷണ ഏജൻസികളുടെ ഉത്തരവുകൾ മറ്റു ചാനലുകൾക്ക് കിട്ടുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഈ മുതലാളിയുടെ ചാനലിലും കിട്ടുകയാണ്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാക്കാനുള്ളത്, ഇവിടെ രാഷ്ട്രീയമായി ഇടതുപക്ഷ ഗവൺമെന്റിനെ വേട്ടയാടാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമത്തിൽ ഞങ്ങൾ ഒരു ഒറ്റ കാര്യം കൂടി, ഈ എക്സൈസ് കേസ് നടത്തുന്നത് CPM അല്ല. ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. കാരണം വസീഫിനെ ഈ വഹിച്ചവർത്താനം ഒരുപാട് പറയാനുണ്ട്. വസീഫിന്റെ മുതലാളിയുടെ മകൾ വീണ തൈക്കണ്ടിയുടെ കമ്പനിയുടെ കരാർ സുതാര്യമാണെന്നാ പറയുന്നത്. ഈ സുതാര്യമായിട്ടുള്ള കരാർ എന്താ നാട്ടുകാർക്ക് ആർക്കും കാണാൻ കിട്ടാത്തത് എന്നുള്ളൊരു സംശയമുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ എന്താ, ഡയറിയിൽ പേരുണ്ടെന്ന്. ഡയറിയിൽ പേര് പരാമർശിക്കപ്പെട്ട നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് സ്വീകരിച്ചത്, സംഭാവനയാണ് സ്വീകരിച്ചതെന്ന് സമ്മതിച്ചു. പക്ഷേ ആരോപണം വന്നപ്പോൾ സ്വന്തം മകളുടെ പിതൃത്വം പോലും തള്ളിപ്പറയുന്ന ഗതികേട് അവർക്കാർക്കും ഉണ്ടായിട്ടില്ല. ഇനി ആ ഡയറി നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടെങ്കിൽ ആ ഡയറിയിൽ പറയുന്ന പരാമർശങ്ങൾ വിശ്വാസയോഗ്യമല്ല എന്ന് പറയുന്ന ഹൈക്കോടതി വിധി പിന്നെ നിങ്ങൾ പറയാൻ പാടില്ല. അടുത്തത് പുനർജനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ VD സതീശനെതിരെ പിണറായി വിജയന്റെ കെട്ടുവരത്തിന് മുമ്പിൽ മുട്ടുപറയ്ക്കുന്ന പോലീസുകാർ അന്വേഷിച്ചിട്ട് എന്ത് സ്വീകരിക്കാൻ പറ്റിയെന്ന് പറയാം. ഇനി അടുത്തത് ഈ പ്രിൻറ്റു മഹാദേവ് പറഞ്ഞല്ലോ, ഇത് രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് EDയും മറ്റ് കേന്ദ്ര
അന്വേഷണ ഏജൻസികളൊക്കെ ഉപയോഗിക്കും. അതുപോലെയല്ല SFI. കറക്റ്റാണ്. നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗിയല്ല ED, CPM. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ട് നിങ്ങൾ പിണറായി ED ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് പോകാതെ ഏത് മുഖ്യമന്ത്രി സമയം കുറേ പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും